നമസ്കാരം. മോർണിംഗ് പ്രൈം ടൈം ആരംഭിക്കുന്നു. ആനവണ്ടി സങ്കടവണ്ടി. എംപാനലുകാരെ പിരിച്ചുവിട്ടതിനെ തുടർന്നുണ്ടായ കണ്ടക്ടർമാരുടെ ക്ഷാമത്തിന് പരിഹാരം കാണാനാകാതെ കെഎസ്ആർടിസി. സ്ഥിരം കണ്ടക്ടർമാരിൽ ഒരു വിഭാഗം കൂടുതൽ സമയം ജോലി ചെയ്യാൻ വിസമ്മതിച്ച സാഹചര്യത്തിൽ സർവീസുകൾ ഇന്നും മുടങ്ങും. പ്രതിസന്ധി മറികടക്കുന്നതിന് നിയമോപദേശം തേടിയ ശേഷം കോടതിയെ സമീപിക്കാനാണ് സർക്കാർ തീരുമാനം. ആലപ്പുഴയിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് എംപാനൽ ജീവനക്കാരുടെ ലോങ് മാർച്ചിന് ഇന്ന് തുടക്കമാകും. പ്രതിസന്ധി പരിഹരിക്കാൻ കെഎസ്ആർടിസി മാനേജ്മെന്റ് ഒരുക്കിയ പദ്ധതികൾ ഭൂരിഭാഗവും ഫലം കണ്ടില്ല. സ്ഥിരം കണ്ടക്ടർമാരെ അധിക ഡ്യൂട്ടിക്ക് അധിക വേതനം വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും 40% പേരും അധിക ഡ്യൂട്ടിക്ക് തയ്യാറായില്ല. കണ്ടക്ടർ ലൈസൻസുള്ള മെക്കാനിക്കൽ സ്റ്റോർ ജീവനക്കാരെ അടക്കം ലൈനിൽ എത്തിച്ചിട്ടും ഫലമുണ്ടായില്ല. ലീവുകൾക്ക് നിയന്ത്രണം തുടരുന്നുണ്ട്. സ്ഥിരം ജീവനക്കാരെ പുനഃക്രമീകരിക്കുന്നതിലൂടെ ഇന്നലെ മുടങ്ങിയ 200ഓളം സർവീസുകൾ ഇന്ന് പ്രവർത്തിപ്പിക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ. എങ്കിലും സർവീസുകൾ ഇന്നും മുടങ്ങുമെന്ന് ഉറപ്പാണ്. കണ്ടക്ടർ ക്ഷാമത്തിന് പരിഹാരമായി പ്രത്യേക ക്രമീകരണങ്ങൾക്ക് അനുമതി തേടി സർക്കാരും കോടതിയെ സമീപിക്കും. PSC അഡ്വൈസ് ലഭിച്ചവരോട് നാളെ ചീഫ് ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പരിശീലനം നൽകി ഇവരെ വേഗം ജോലിക്ക് വിന്യസിക്കാനാണ് ആലോചന. ഹൈക്കോടതിയിലെ കേസിൽ എംപാനൽ കണ്ടക്ടർമാർക്ക് പുറമെ ജീവനക്കാരുടെ സംഘടനകളും കക്ഷിയേരാനും തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കഴിഞ്ഞ ദിവസങ്ങളിലായി കേരളം കേൾക്കുന്നത് കെഎസ്ആർടിസിയിലെ എംപാനൽ കണ്ടക്ടർമാരുടെ കണ്ണീർ കഥകളാണ്. പെട്ടെന്നൊരു ദിവസം തൊഴിൽ നഷ്ടപ്പെട്ട് പെരുവഴിയിൽ ബ്രേക്ക് ഡൌണായി പോയ 4000ഓളം ജീവിതങ്ങൾ. അവസാനത്തെ ചില്ലറ തുട്ടുകളും ടിക്കറ്റ് ട്രാക്കും ഡിപ്പോകളിൽ ഏൽപ്പിച്ചിട്ട് അവർ വീടുകളിലേക്ക് മടങ്ങി. അവർ അവശേഷിപ്പിച്ച ശൂന്യത കെഎസ്ആർടിസി എന്ന പൊതുമേഖലാ സ്ഥാപനത്തെ അടിമുടി ഉലച്ചുകഴിഞ്ഞു. വണ്ടിയുണ്ട്, കയറാൻ ആളുമുണ്ട്. പക്ഷേ ടിക്കറ്റ് കൊടുക്കാൻ ആളില്ലാതെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ പ്രതിസന്ധിയിൽ തന്നെ തുടരുകയാണ്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അഡ്വൈസ് മെമ്മോ ലഭിച്ചവർ നാളെ മുതൽ ജോലിക്ക് കയറുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ പ്രതിസന്ധി അത്ര വേഗം അവസാനിക്കില്ല. കണ്ടക്ടർ ക്ഷാമത്തിന് പരിഹാരമാകാത്ത സാഹചര്യത്തിൽ യാത്രാ ദുരിതത്തിന് അവസാനമാകുമോ? ഇതാണ് ഇന്ന് പൊതുവേദി പരിശോധിക്കുന്നത്. പൊതുവേദിയിൽ പ്രേക്ഷകർക്കും അഭിപ്രായം രേഖപ്പെടുത്താം. 7:30 മുതൽ 7:45 വരെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 047166158881. ശബരിമലയിലും അനുബന്ധ സ്ഥലങ്ങളിലും പ്രഖ്യാപിച്ചിരുന്ന നിരോധനാജ്ഞ വീണ്ടും നീട്ടി. ശനിയാഴ്ച അർദ്ധരാത്രി വരെയാണ് നിരോധനാജ്ഞ നീട്ടിയത്. ശബരിമല അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിന്റെയും ജില്ലാ പോലീസ് മേധാവിയുടെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ മജിസ്ട്രേറ്റിന്റെ നടപടി. മണ്ഡലകാലം ആരംഭിച്ച ശേഷം ഇത് 7ാം തവണയാണ് നിരോധനാജ്ഞ പ്രഖ്യാപിക്കുന്നത്. നേരത്തെ ശബരിമലയുടെ സ്ഥിതിഗതികൾ വിലയിരുത്തി ജനുവരി വരെ നിരോധനാജ്ഞ പ്രഖ്യാപിക്കണമെന്ന് ജില്ലാ പോലീസ് മേധാവി ആവശ്യപ്പെട്ടിരുന്നു. മണ്ഡലകാലം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ സന്നിധാനത്ത് ഭക്തജനത്തിരക്ക് തുടരുകയാണ്. ശനിയാഴ്ച മുതൽ ശരാശരി 3/4 ലക്ഷം തീർത്ഥാടകരാണ് സന്നിധാനത്ത് എത്തുന്നത്. പോലീസ് സുരക്ഷ ആവശ്യപ്പെട്ട് നടിയും കൊച്ചിയിലെ സലൂൺ ഉടമയുമായ ലീന മരിയ പോൾ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. വിദേശ നമ്പറുകളിൽ നിന്നും നിരന്തരം ഭീഷണി ഫോൺ സന്ദേശങ്ങൾ ലഭിക്കുന്ന സാഹചര്യത്തിൽ സംരക്ഷണം ആവശ്യപ്പെട്ടാണ് ലീന കോടതിയെ സമീപിച്ചത്. കഴിഞ്ഞ ദിവസം കടവന്ത്രയിലുള്ള ബ്യൂട്ടി പാർലറിൽ വെടിവയ്പ് ഉണ്ടായിരുന്നു. ഹെൽമറ്റ് ധരിച്ച് ബൈക്കിലെത്തിയ 2 പേർ സലൂണിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. നടിയുടെ സാമ്പത്തിക ഇടപാടുകൾ അടക്കം ഉൾപ്പെടുത്തി സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം പോലീസ് നടത്തിവരികയാണ്. റഫാൽ ഇടപാടിൽ JPC അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകും. പ്രതിഷേധത്തെ തുടർന്ന് സഭാ നടപടികൾ തടസ്സപ്പെട്ടിട്ടില്ല എങ്കിൽ പ്രവാസികൾക്ക് പകരക്കാരെ കൊണ്ട് വോട്ട് ചെയ്യാൻ അവകാശം നൽകുന്ന ബിൽ രാജ്യസഭയിലെത്തും. ജനപ്രാതിനിധ്യ നിയമം ഭേദഗതി ചെയ്യുന്നതിനായുള്ള ബിൽ ലോക്സഭ പാസാക്കിയിരുന്നു. മെഡിക്കൽ കൌൺസിലിന് പകരം നാഷണൽ മെഡിക്കൽ കമ്മീഷൻ രൂപീകരിക്കാനുള്ള ബിൽ ഭേദഗതികളോടെ ലോക്സഭയിൽ അവതരിപ്പിക്കും. വിലക്കയറ്റം, കേരളത്തിലടക്കമുണ്ടായ പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ചർച്ചയും സഭാ നടപടികളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹം GSAT-7A വിക്ഷേപണം ഇന്ന്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് GSLV-11 ഉപയോഗിച്ചാണ് വിക്ഷേപണം.
ISRO നിർമ്മിച്ച ഇന്ത്യയുടെ 35ാം വാർത്താവിനിമയ ഉപഗ്രഹമാണ് ഇത്. 2250 കിലോഗ്രാം ഭാരമുണ്ട് GSAT-7Aക്ക്. സംസ്ഥാന കോൺഗ്രസിൽ വീണ്ടും കലഹം. പുനഃസംഘടനയുടെ പേരിൽ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും ഗ്രൂപ്പ് നേതാക്കളുമാണ് ഇത്തവണ കൊമ്പുകോർക്കുന്നത്. പുനഃസംഘടന വൈകിപ്പിക്കാൻ ഗ്രൂപ്പ് നേതാക്കൾ ശ്രമിക്കുന്നു എന്നാണ് മുല്ലപ്പള്ളിയുടെ ആക്ഷേപം. എന്നാൽ ഇത് സംബന്ധിച്ച് പ്രാഥമിക ചർച്ച പോലും നടന്നിട്ടില്ല എന്നാണ് ഗ്രൂപ്പ് നേതാക്കളുടെ മറുപടി. സെപ്റ്റംബറിലാണ് പുതിയ KPCC അധ്യക്ഷനടക്കം 5 പ്രധാന ഭാരവാഹികളെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് പുതിയ നേതൃത്വത്തെ ചുമതലയേൽപ്പിച്ചത്. പക്ഷേ മാസം 3 കഴിഞ്ഞിട്ടും മറ്റു ഭാരവാഹികളെ തീരുമാനിച്ച് പുനഃസംഘടന പൂർത്തിയാക്കാൻ പുതിയ നേതൃത്വത്തിനായിട്ടില്ല. KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ KPCC പ്രസിഡന്റ് കോൺഗ്രസ് ഹൈക്കമാൻഡുമായി ചർച്ച ചെയ്ത ശേഷം മടങ്ങി വന്ന് എല്ലാവരുമായി ആലോചിച്ച് ഒരു തീരുമാനം ഉണ്ടാക്കും. ഭാരവാഹികളെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും പട്ടികയും ഗ്രൂപ്പുകൾ നൽകാത്തതാണ് പുനഃസംഘടനയ്ക്കുള്ള പ്രധാന തടസ്സമെന്നാണ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ വാദം. അധ്യക്ഷൻ ഇതുവരെ പട്ടിക ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് ഗ്രൂപ്പ് നേതാക്കളുടെ മറുപടി. എന്നാൽ ഭാരവാഹികളുടെ എണ്ണം തീരുമാനമാകാത്തതാണ് ഗ്രൂപ്പുകളുടെ നിസ്സഹകരണത്തിന്റെ കാരണം. എണ്ണം തീരുമാനിച്ചാൽ മാത്രമേ ഗ്രൂപ്പുകളുടെ വിഹിതം തീരുമാനിക്കാനാകൂ. ഇതിനുള്ള ചർച്ചയ്ക്ക് KPCC അധ്യക്ഷൻ ആദ്യം തയ്യാറാകണമെന്നാണ് ഗ്രൂപ്പ് നേതാക്കളുടെ ആവശ്യം. തർക്കം മുറുകിയതോടെ ഡൽഹിയിലെത്തി ഹൈക്കമാൻഡ് ഇടപെടൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് KPCC അധ്യക്ഷൻ. പുനഃസംഘടന സംബന്ധിച്ച് സംസ്ഥാനത്ത് ഗൗരവമായ ചർച്ച നടന്നിട്ടില്ലെന്ന മറുവാദവുമായി ഹൈക്കമാൻഡിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഗ്രൂപ്പ് നേതാക്കളും. ഒപ്പമുള്ളവരെല്ലാം തൃപ്തിപ്പെടുത്തി ഭാരവാഹി പട്ടിക തയ്യാറാക്കൽ അത്രമേൽ കഠിനമാണ്. ഗ്രൂപ്പ് നേതാക്കളെ പിന്തിരിപ്പിക്കുന്ന പ്രധാന ഘടകവും ഇതുതന്നെയാണ്. എന്നാൽ ദുർബലമായ ഈ സംവിധാനവുമായി എങ്ങനെ പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടും എന്ന വലിയ ചോദ്യമാണ് പാർട്ടിക്ക് മുന്നിലുള്ളത്. ആർ കിരൺ ബാബു, പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. കലഹം അവസാനിച്ച കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അത്ര വേഗം ഉത്തരം നൽകാൻ കഴിയില്ല. കാരണം ഉൾപാർട്ടി കലഹം കോൺഗ്രസിന്റെ കൂടപ്പിറപ്പാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലെ ഒരാൾ നേതൃപദവിയിലെത്തുമ്പോൾ ഇതൊക്കെ അവസാനിക്കുമെന്ന് പ്രതീക്ഷിച്ചവർക്കും തെറ്റി. ഗ്രൂപ്പ് നേതാക്കൾ മുല്ലപ്പള്ളിക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുകയാണ്. കുറേയേറെ കാലമായി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വിഴുപ്പലക്കലിന് ആക്കം കൂട്ടിയിരിക്കുന്ന പുനഃസംഘടന തന്നെയാണ് ഇത്തവണയും വില്ലൻ. പുനഃസംഘടന വൈകിപ്പിക്കാൻ ഗ്രൂപ്പ് നേതാക്കൾ ശ്രമിക്കുന്നുവെന്ന ഗുരുതരമായ ആരോപണമാണ് മുല്ലപ്പള്ളി ഉയർത്തുന്നത്. തീരുമോ പുനഃസംഘടനയിലെ പോർവിളി? മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കേസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. അന്തരിച്ച മുൻ MLA അബ്ദുൾ റസാഖിന്റെ മകൻ ഷഫീഖ് റസാഖിനെ കേസിൽ കക്ഷി ചേരാൻ ഹൈക്കോടതി അനുവദിച്ചിരുന്നു. അബ്ദുൾ റസാഖിന്റെ വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എതിർ സ്ഥാനാർത്ഥിയും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ K. സുരേന്ദ്രന്റെ ഹർജിയാണ് പരിഗണിക്കുന്നത്. സ്ഥലത്തില്ലാത്തവർ അടക്കമുള്ളവരുടെ പേരിൽ കള്ളവോട്ട് ചെയ്തു എന്നാണ് സുരേന്ദ്രന്റെ ആരോപണം. ലൈംഗിക ആരോപണം നേരിടുന്ന PK ശശി MLAക്കെതിരെ പോലീസ് അന്വേഷണത്തിന് ഉത്തരവിടണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി. സ്ത്രീകൾക്ക് തൊഴിലിടങ്ങളിലെ പീഡനങ്ങളിൽ നിന്ന് സംരക്ഷണം ഉറപ്പാക്കാനുള്ള നിയമത്തിന്റെ പരിധിയിൽ വരുന്ന പരാതിയിൽ ക്രിമിനൽ നടപടിക്രമം അനുസരിച്ചുള്ള നടപടി വേണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് സ്വദേശി TS കൃഷ്ണകുമാറാണ് ഹർജി നൽകിയിരിക്കുന്നത്. സർക്കാർ ഔദ്യോഗിക പരിപാടിയല്ല എന്ന് ആവർത്തിക്കുമ്പോഴും വനിതാ മതിലിന് സർക്കാർ ജീവനക്കാരുടെയും കുടുംബശ്രീ അംഗൻവാടി പ്രവർത്തകരുടെയും പങ്കാളിത്തം ഉറപ്പാക്കാൻ മന്ത്രിതല അവലോകന യോഗങ്ങൾ തുടരുന്നു. പരമാവധി ജീവനക്കാരെയും കുടുംബശ്രീ അംഗൻവാടി പ്രവർത്തകരെയും വനിതാ മതിലിൽ പങ്കെടുപ്പിക്കാനാണ് നിർദ്ദേശം. ജനുവരി 1 നടക്കുന്ന വനിതാ മതിൽ ഔദ്യോഗിക പരിപാടിയല്ല, പിന്തുണയ്ക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നാണ് സർക്കാർ ഭാഷ്യം. എന്നാൽ പരിപാടിയുടെ വിജയത്തിനായി മന്ത്രിമാർ നേരിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. സർക്കാർ ജീവനക്കാരുടെയും കുടുംബശ്രീ തൊഴിലുറപ്പ് പ്രവർത്തകരുടെയും പങ്കാളിത്തം വനിതാ മതിലിൽ ഉറപ്പുവരുത്താനുള്ള തിരക്കിലാണ് മന്ത്രിമാർ. പാലക്കാട് ചേർന്ന യോഗത്തിൽ മന്ത്രിമാരായ AK ബാലൻ, K. കൃഷ്ണൻകുട്ടി എന്നിവരാണ് പങ്കെടുത്തത്. ഇത് പൊളിഞ്ഞു പോകും എന്ന പ്രചരണമുണ്ട്. പൊളിയില്ലെന്ന് മാത്രമല്ല, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു അത്ഭുതമായിട്ട് ഇത് മാറും കേരളത്തിൽ. ഇത് ഏതെങ്കിലും ഒരു വിഭാഗം നടത്തുന്ന പ്രചരണമല്ല. എല്ലാ കക്ഷി രാഷ്ട്രീയത്തിലും പെട്ടവർക്കും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പെടാത്തവർക്കും നമ്മുടെ സാംസ്കാരിക മൂല്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിൽ നല്ല ആശയമുള്ള നല്ലവരായ എല്ലാ ആൾക്കാർക്കും ഇതിൽ പങ്കാളികളാകാം. മന്ത്രിമാർ ആഴ്ചയിൽ 5 ദിവസവും തലസ്ഥാനത്ത് ഉണ്ടാവണമെന്നായിരുന്നു മുഖ്യമന്ത്രി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നത്. എന്നാൽ വനിതാ മതിലിനായി എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് മന്ത്രിമാർ ജില്ലാതല യോഗങ്ങളിലാണ്. ഔദ്യോഗിക പരിപാടിയല്ലെങ്കിൽ എന്തിനാണ് മന്ത്രിമാർ ഇതിനായി യോഗം ചേരുന്നത് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം.
എന്നാൽ നവോത്ഥാന സംരക്ഷണ സമിതി നേതൃത്വം നൽകുന്ന പരിപാടിക്ക് സർക്കാർ പിന്തുണ നൽകുക മാത്രമാണ് ചെയ്യുന്നതെന്നും പണം ചെലവഴിക്കുന്നില്ലെന്നും മന്ത്രിമാർ പറഞ്ഞു. ന്യൂസ് 18 പാലക്കാട്. സംസ്ഥാന പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേഗം കൂട്ടാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. മുൻഗണനാ മേഖലകളെ ഉൾപ്പെടുത്തി മേഖല തിരിച്ചുള്ള പദ്ധതി തയ്യാറാക്കാനും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. പ്രളയാനന്തര പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് സർക്കാർ റീബിൽഡ് കേരള രൂപീകരിച്ചത്. നിലവിലുള്ള ലോകബാങ്ക് പദ്ധതികളിൽ ഇതുവരെ ചെലവഴിക്കാത്ത തുക അടിയന്തര പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ ചീഫ് സെക്രട്ടറിയെ റീബിൽഡ് കേരള യോഗം ചുമതലപ്പെടുത്തി. മുൻഗണനാ മേഖലകളായി UN സംഘം കണ്ടെത്തിയ മേഖലകളിൽ സമഗ്ര ഇടപെടലിന് സെക്ടറൽ പ്ലാനുകൾ തയ്യാറാക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. അതത് വകുപ്പ് സെക്രട്ടറിമാർക്കാകും ചുമതല. സെക്ടറൽ പ്ലാനുകൾ തയ്യാറാക്കാൻ ലോകബാങ്കിന്റെയും KPMG പ്രൊഫഷണലുകളുടെയും സാങ്കേതിക സഹായം ഉപയോഗപ്പെടുത്തും. ജനുവരി 2ാം വാരത്തിന് മുമ്പ് സെക്ടറൽ പ്ലാനുകൾക്ക് അന്തിമ രൂപമുണ്ടാക്കാനാണ് തീരുമാനം. സെക്ടറൽ പ്ലാനുകളിൽ ആദ്യഘട്ടത്തിൽ ഏറ്റെടുക്കാൻ കഴിയുന്ന പൈലറ്റ് പദ്ധതികൾ തയ്യാറാക്കാനും വകുപ്പ് സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തി. ബൃഹത് പദ്ധതികൾ ഏറ്റെടുക്കും മുമ്പ് പ്രധാന മേഖലകളിൽ സമഗ്ര പഠനം നടത്തും. ഫെബ്രുവരി ആദ്യവാരം സെക്ടറൽ പ്ലാനുകൾക്ക് കീഴിൽ പൈലറ്റ് പദ്ധതികൾ ആരംഭിക്കാനാണ് ശ്രമം. ന്യൂസ് 18 തിരുവനന്തപുരം. മഹാപ്രളയത്തിന് ശേഷം കേരളം കാത്തിരിക്കുന്നത് നാടിന്റെ പുനർനിർമ്മാണത്തിനാണ്. വെല്ലുവിളികൾ ഏറെയാണ്. പ്രളയസമയത്ത് ഒപ്പം നിന്ന പ്രതിപക്ഷം ഇന്ന് സർക്കാരിനൊപ്പമില്ല. ആരോപണങ്ങൾക്ക് മേൽ ആരോപണങ്ങളുമായി അവർ രംഗത്തുണ്ട്. ആശ്വാസ തുക പോലും ലഭിക്കാത്ത ആയിരങ്ങൾ ഇന്നും കേരളത്തിലുണ്ടെന്ന് അവർ വാദിക്കുന്നു. ഇതൊക്കെ പരിഹരിച്ചു വേണം പുനർനിർമ്മാണമെന്ന പ്രധാന പ്രവൃത്തിയിലേക്ക് സർക്കാരിന് ചുവടുവയ്ക്കാൻ. പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു കഴിഞ്ഞു. വേഗം കൂടുമോ പുനർനിർമ്മാണത്തിന്? ജില്ലാ കളക്ടർമാരുടെയും വകുപ്പ് മേധാവികളുടെയും യോഗം ഇന്ന്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിലാണ് യോഗം. സംസ്ഥാനത്തെ വികസന പദ്ധതികളുടെ പുരോഗതി യോഗം വിലയിരുത്തും. കേരള പുനർനിർമ്മാണ പ്രവർത്തനങ്ങളും ചർച്ചയാകും. രാവിലെ 10:30 തൈക്കാട് ഗസ്റ്റ് ഹൌസിലാണ് യോഗം. പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് സാന്ത്വനവുമായി കൊച്ചി സ്വദേശി അഗസ്റ്റിൻ മഠത്തിപ്പറമ്പിൽ. ഭവനരഹിതർക്ക് വീട് പണിയുന്നതിന് തന്റെ കുടുംബസ്വത്തിലെ ഓഹരി നൽകാൻ ഒരുങ്ങുകയാണ് അഗസ്റ്റിൻ. പ്രളയത്തിന്റെ കാഠിന്യം കൂടുതൽ അറിഞ്ഞ പ്രദേശമാണ് എറണാകുളത്തെ പിഴല ദ്വീപ്. ദ്വീപിനെയൊന്നാകെ അന്ന് വെള്ളം വിഴുങ്ങിയപ്പോൾ കയ്യിൽ കിട്ടിയതുമായി എല്ലാവരും രക്ഷപ്പെടുകയായിരുന്നു. ഈ ദുരന്തത്തിനു ശേഷമാണ് ആരെയെങ്കിലും സഹായിക്കണം എന്ന ചിന്തയുമായി പഴയ പത്രപ്രവർത്തകൻ കൂടിയായ അഗസ്റ്റിൻ മുന്നോട്ട് വന്നത്. കുടുംബസ്വത്തിലെ തന്റെ ഓഹരിയാണ് ഇപ്പോൾ ഭവനരഹിതർക്കായി നീക്കിവെക്കുന്നത്. വീട് പണിയാൻ ആരെങ്കിലും സഹായിച്ചാൽ തന്റെ വിഹിതമായ സ്ഥലം വിട്ടുനൽകും. അപ്പാർട്ട്മെന്റ് മാതൃകയിലാണെങ്കിൽ കൂടുതൽ കുടുംബങ്ങളെയും ഉൾക്കൊള്ളിക്കാനും കഴിയും. സഹായത്തിനായി ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുമായി ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു. ചെറിയ ഫാമിലിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു ഭാര്യയും ഭർത്താവും 2 കുട്ടികളുള്ളവർക്ക്. ജാതി മതവും രാഷ്ട്രീയമൊന്നും ഇതിനകത്തില്ല. അർഹരാർക്ക് കൊടുക്കുക, അതാണ് ലക്ഷ്യം. തന്റെ ആശയം ഉൾക്കൊണ്ട് സഹായിക്കാൻ ആരെങ്കിലും മുന്നോട്ട് വരുമെന്ന പ്രതീക്ഷയിലാണ് അഗസ്റ്റിൻ. ക്യാമറമാൻ പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. പ്രളയക്കെടുതിയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് ബംഗ്ലാദേശ് കലാകാരി മർസിയ ഫഹാന കൊച്ചി ബിനാലയിലൂടെ. അതിജീവനത്തിന്റെ പ്രതിരോധ പ്രവർത്തനം കൂടിയാണ് മർസിക്ക് കല. കേരളം കടന്നുപോയ പ്രളയകാലത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ബംഗ്ലാദേശിൽ നിന്നെത്തിയ ഈ കലാകാരി. പ്രളയബാധിത പ്രദേശങ്ങളിൽ നിന്ന് ശേഖരിച്ച വസ്തുക്കളാണ് മർസിയ ബിനാലയിൽ പ്രദർശിപ്പിക്കുന്നത്. വ്യാവസായികവത്കരണം തൊടുത്തുവിട്ട ദുരിതങ്ങളെക്കുറിച്ചും മർസിയ സൂചിപ്പിക്കുന്നുണ്ട്. These things also happening around the world because of industrializations and corporate fascist activities towards nature, and it become more and more threatening for us, that the human activities become so devastating that the nature and this universe is going to fall towards destruction. മനുഷ്യനും പ്രകൃതിയും തമ്മിലെ ബന്ധത്തെ പുനരാവിഷ്കരിക്കാനുള്ള ആഹ്വാനം കൂടിയാണ് മർസിയയുടേത്. പ്രകൃതി ദുരന്തങ്ങൾക്ക് ശേഷമുള്ള അതിജീവനവും മർസിയ തന്റെ കലയിലൂടെ പ്രകടമാക്കുന്നു. ന്യൂസ് 18 കൊച്ചി. വാർത്തകൾ തുടരുന്നു.
മന്ത്രി കെ ടി ജലീലിനൊപ്പം വേദി പങ്കിട്ടതിന്റെ പേരിൽ മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി മിഥുനയെ മുസ്ലിം ലീഗ് പുറത്താക്കി. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റാണ് 25 വയസ്സുള്ള മിഥുന. മുസ്ലിം ലീഗ് പ്രാദേശിക കമ്മിറ്റി സ്വീകരിച്ച അച്ചടക്ക നടപടി പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ അംഗീകരിച്ചു. മന്ത്രി കെ ടി ജലീലിന്റെ പരിപാടികൾ ബഹിഷ്കരിക്കാനുള്ള UDF തീരുമാനം പഞ്ചായത്ത് പ്രസിഡന്റ് പി മിഥുന ലംഘിച്ചു എന്നാണ് ലീഗിന്റെ കണ്ടെത്തൽ. കുടിവെള്ള പദ്ധതിയുടെ ശിലാസ്ഥാപന ചടങ്ങിലാണ് മിഥുന മന്ത്രിയുമായി വേദി പങ്കിട്ടത്. ഇതിനുള്ള ശിക്ഷയാണ് പുറത്താക്കൽ നടപടി. പാർട്ടി അംഗമല്ലാതായതിനാൽ പഞ്ചായത്ത് പ്രസിഡന്റ് പദവി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മിഥുനയ്ക്ക് ലീഗ് കത്ത് നൽകിയിട്ടുണ്ട്. പുറത്താക്കിയ വിവരം അറിയില്ലെന്നും രാജികാര്യം ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നും മിഥുന പ്രതികരിച്ചു. പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ സസ്പെൻഷൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എന്നെ നിർത്തിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങളാണ്. അപ്പോൾ ഈ ജനങ്ങളുടെ വികാരങ്ങൾക്കനുസരിച്ചുള്ള നിലപാട്, അവരുടെ നിലപാട് എന്താണോ അതിനനുസരിച്ച് ഞാനും നീങ്ങും. അതിനു വേണ്ടിയിട്ടുള്ള അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ബന്ധു നിയമന വിവാദം കത്തിനിൽക്കെ പാർട്ടി തീരുമാനം ലംഘിച്ച് പൊതുപരിപാടിയിൽ പ്രസിഡന്റ് പങ്കെടുത്തത് പാർട്ടിക്ക് അഭിമാനക്ഷതമുണ്ടാക്കിയെന്നാണ് മുസ്ലിം ലീഗിന്റെ വിലയിരുത്തൽ. ഈ പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനം പട്ടികജാതി സംവരണ പദവിയാണ്. ന്യൂസ് 18 മലപ്പുറം. വരൾച്ചക്കാലത്ത് ജലക്ഷാമം പരിഹരിക്കാൻ പാലക്കാട് ജില്ലയിലെ നിർമ്മാണത്തിലിരിക്കുന്ന കുടിവെള്ള പദ്ധതികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം. മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി, AK ബാലൻ എന്നിവരുടെ നേതൃത്വത്തിൽ പാലക്കാട്ട് ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. ജലവിഭവ വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റ ശേഷം കെ കൃഷ്ണൻകുട്ടി നടത്തിയ ആദ്യ അവലോകന യോഗത്തിലാണ് നിർമ്മാണത്തിലിരിക്കുന്ന മുഴുവൻ പദ്ധതിയും വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശിച്ചത്. വീടുകളിൽ കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതികൾക്കും പുഴ സംരക്ഷണ പദ്ധതികൾക്കും പ്രാധാന്യം നൽകണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ലോറിയിലൊക്കെ കുടിവെള്ളം കൊടുക്കുന്നതിന് ഒരു മുൻഗണന കൊടുക്കണം എന്നുള്ളതാണ് അഭിപ്രായം. അതേപോലെ മൈൻ ഇറിഗേഷൻ്റെ തന്നെ ഒരുപാട് സ്കീമുകൾ നെൽകൃഷിക്ക് മാത്രമായിട്ടും ഇറിഗേഷൻ്റെ ഇപ്പോൾ മലമ്പുഴ തന്നെ 100 ഏക്കർ ഉണ്ടെങ്കിൽ 50 ഏക്കറായി ചുരുക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് ക്യാഷ് ക്രോപ്പിന് കൊടുക്കാൻ പറ്റും. അതിൻ്റെ ഫലമായി ഈൽഡും മറ്റുമൊക്കെ വർദ്ധിക്കും. അങ്ങനെയുള്ള ആഗ്രഹങ്ങളാണ് ഉള്ളത്. ജില്ലയിൽ രൂക്ഷമായ ജലക്ഷാമം നേരിടുന്ന സ്ഥലങ്ങളിൽ ലോറിയിൽ വെള്ളമെത്തിക്കാനും തീരുമാനമായി. പാലക്കാട് ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിലെ പദ്ധതികൾ യോഗം വിലയിരുത്തി. മന്ത്രി AK ബാലൻ, MLAമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 പാലക്കാട്. വികസന പദ്ധതികളെ ആശങ്കയിലാക്കി പാലക്കാട് നഗരസഭയിൽ കൌൺസിൽ യോഗം 5ാം തവണയും ബഹളത്തിൽ മുങ്ങി. അനധികൃത നിയമനത്തിനായി കൌൺസിൽ യോഗത്തിന്റെ മിനിറ്റ്സ് തിരുത്തിയെന്നാരോപിച്ച് പ്രതിപക്ഷ പ്രതിഷേധം തുടരുന്നതാണ് യോഗം മുടങ്ങാൻ കാരണം. അടുത്ത സാമ്പത്തിക വർഷം നടപ്പിലാക്കേണ്ട പദ്ധതികൾ ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് പാലക്കാട് നഗരസഭയിൽ 6ാം തവണയും കൌൺസിൽ യോഗം ബഹളത്തിൽ കലാശിക്കുന്നത്. നഗരസഭയിലെ 3 താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ കൌൺസിൽ യോഗത്തിന്റെ മിനിറ്റ്സ് തിരുത്തിയെന്നും ഇത് റദ്ദാക്കണം എന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. തീരുമാനം റദ്ദാക്കുന്നതുവരെ പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. എന്നാൽ ഡിസംബർ 30-നകം പദ്ധതി അംഗീകാരത്തിനായി സമർപ്പിച്ചില്ലെങ്കിൽ അടുത്ത വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ വൈകുമെന്ന് ഭരണപക്ഷം വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ ഒത്തുതീർപ്പിന് പ്രതിപക്ഷം തയ്യാറാകണമെന്നാണ് ഭരണപക്ഷം ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 പാലക്കാട്. ശബരീശ സന്നിധിയിൽ കണ്ണിന് കുളിർമയുള്ള കാഴ്ചയാണ് ശബരി നന്ദനം. അയ്യപ്പ പൂജയ്ക്കായുള്ള പൂക്കൾ എല്ലാം ശേഖരിക്കുന്നത് പൂങ്കാവനത്തിലെ ഈ ഉദ്യാനത്തിൽ നിന്നാണ്. ശബരിമല സന്നിധാനത്തെത്തുന്നവർക്കെല്ലാം കുളിർമയുള്ള കാഴ്ചയാണ് ശബരി നന്ദനമെന്ന ഈ പൂന്തോട്ടം. അയ്യപ്പന് ഏറെ പ്രിയപ്പെട്ട ശംഖുപുഷ്പവും അരളിയുമെല്ലാം വിവിധ വർണ്ണങ്ങളിൽ പൂത്തുലഞ്ഞു നിൽക്കുന്നു. നിത്യപൂജക്കായി ശ്രീകോവിലിലും ഈ ഉദ്യാനത്തിലെ പൂക്കളാണ് ഉപയോഗിക്കുന്നത്. മാളിപ്പുറത്തേക്കും സന്നിധാനത്തേക്കും ഇവിടെ വന്ന് കൊണ്ടുപോകും. അർച്ചനയ്ക്കുള്ള പൂ മൊത്തം ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത്, അകത്തേക്ക് പൂജയ്ക്കുള്ള പൂ. സന്നിധാനത്ത് നിന്നും പാണ്ഡിത്താവളത്തിലേക്കുള്ള വഴിയിലാണ് ശബരി നന്ദനം. ദേവസ്വം ജീവനക്കാരായ രഘു, ശശികുമാർ എന്നിവരാണ് ശബരി നന്ദനത്തിന്റെ പരിപാലകർ. അരുൺ പാലോടിനൊപ്പം പ്രദീപ് നാരായണൻ, ന്യൂസ് 18 സന്നിധാനം. പ്രണയിനിയെ കാണാൻ പാക് അതിർത്തി അതിക്രമിച്ചു കടന്ന് ജയിലിലായ ഇന്ത്യൻ യുവാവിന് 6 വർഷം കഴിഞ്ഞ് മോചനം. സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ഹാമിദ് അൻസാരിയാണ് നയതന്ത്ര ഇടപെടലിലൂടെ മോചനം ലഭിച്ച് വാഗ അതിർത്തി വഴി ഇന്ത്യയിലെത്തിയത്. സമൂഹമാധ്യമത്തിലൂടെ പ്രണയത്തിലായ പാക് യുവതിയെ കാണാൻ വേണ്ടി 2012-ലാണ് ഹാമിദ് അൻസാരി പാക് അതിർത്തി കടന്നത്. അതിർത്തിയിൽ വെച്ച് പിടിയിലായ ഹാമിദ് അൻസാരിയെ
ഇന്ത്യൻ ചാരൻ എന്നാരോപിച്ചാണ് പാകിസ്ഥാൻ ജയിലിലടച്ചത്. ഒടുവിൽ ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടലിലൂടെ ഹാമിദ് അൻസാരിക്ക് മോചനം. പാകിസ്ഥാനിയായ മാധ്യമപ്രവർത്തകനാണ് ഹാമിദ് അൻസാരി സൈനിക തടങ്കലിലാണെന്ന വിവരം പുറത്തുവിട്ടത്. ഇക്കാര്യം തുടക്കത്തിൽ പാകിസ്ഥാൻ നിഷേധിച്ചെങ്കിലും 2015 സ്ഥിരീകരിച്ചു. ഹാമിദ് അൻസാരിയെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ അയച്ച 96 കത്തുകളും പാകിസ്ഥാൻ നിരാകരിച്ചുവെങ്കിലും ഒടുവിൽ ഇന്ത്യയുടെ കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് വാഗാ അതിർത്തിയിലൂടെ ഹാമിദ് അൻസാരിക്ക് ഇന്ത്യയിലേക്കുള്ള വഴി തുറന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഇനി ലോകവാർത്തകൾ. വിവാദമായ ട്രംപ് ഫൗണ്ടേഷൻ അടച്ചുപൂട്ടാൻ ഉത്തരവിട്ട് ന്യൂയോർക്ക് അറ്റോർണി ജനറൽ. ചാരിറ്റി ഫണ്ടിൽ ക്രമക്കേട് നടത്തിയെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും 3 മക്കളും ചേർന്ന വ്യക്തി താൽപര്യത്തിനും രാഷ്ട്രീയ നേട്ടത്തിനുമായി ചാരിറ്റി ഫണ്ട് വിനിയോഗിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ട്രംപിന്റെ രാഷ്ട്രീയ ബിസിനസ് താൽപര്യങ്ങൾക്കായാണ് ഫൗണ്ടേഷൻ പ്രവർത്തിച്ചതെന്നും അറ്റോർണി ജനറൽ ബാർബറ പറഞ്ഞു. നിയമം എല്ലാവർക്കും ബാധകമാണെന്നും ട്രംപ് ഫൗണ്ടേഷനും അതിന്റെ ഡയറക്ടർമാർക്കുമെതിരായ കേസ് തുടരുമെന്നും ബാർബറ വ്യക്തമാക്കി. ട്രംപ് ഫൗണ്ടേഷന്റെ ആസ്തി 30 ദിവസത്തിനകം മറ്റ് ചാരിറ്റി ട്രസ്റ്റുകൾക്ക് കൈമാറണമെന്നും ന്യൂയോർക്ക് അറ്റോർണി ജനറൽ ഉത്തരവിൽ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഒറ്റ പാർട്ടി രീതിയിൽ നിന്ന് മാറാൻ ചൈന ഉദ്ദേശിക്കുന്നില്ല എന്ന് പ്രസിഡന്റ് ഷീ ജിൻപിങ്. കഴിഞ്ഞ 40 വർഷത്തെ പരിഷ്കരണം കൊണ്ടും തുറന്ന നയങ്ങൾ കൊണ്ടുമാണ് ചൈന വൻ സാമ്പത്തിക വളർച്ച നേടിയത്. സോഷ്യലിസത്തിന്റെ പതാക എന്നും ചൈനയ്ക്ക് മേൽ ഉണ്ടാകും. ചൈനയുടേത് പ്രാദേശികമായ പ്രത്യേകതകൾ ഉൾക്കൊണ്ട സോഷ്യലിസമാണ്. എന്ത് ചെയ്യണം ചെയ്യരുത് എന്ന കാര്യത്തിൽ ആരുടെയും ഉപദേശം ചൈനയ്ക്ക് ആവശ്യമില്ല എന്നും ഷീ ജിൻപിങ് പൊതുപരിപാടിയിൽ പറഞ്ഞു. അമേരിക്ക ചൈന വ്യാപാര ചർച്ചകൾ ജനുവരിയിൽ നടക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. നികുതി വർധന ഒഴിവാക്കുന്നത് സംബന്ധിച്ചാകും ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്യുക. ഇത്തവണ ചർച്ച പരാജയപ്പെട്ടാൽ വൻ നികുതി വർധന ഏർപ്പെടുത്തുമെന്നാണ് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. വടക്കൻ സിറിയയിൽ സൈനിക നീക്കത്തിന് യുഎസിന്റെ പച്ചക്കൊടിയെന്ന് തുർക്കി പ്രസിഡന്റ് എർദോഗാൻ. ഈ സാഹചര്യത്തിൽ കുർദ് സേനയ്ക്കെതിരെ ഏത് നിമിഷവും ആക്രമണം നടത്തുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വടക്കൻ സിറിയയിൽ കുർദുകൾക്കൊപ്പമാണ് യുഎസ് സൈന്യം IS വിരുദ്ധ പോരാട്ടം നടത്തുന്നത്. ഇത് പരിഗണിച്ചാണ് സൈനിക നീക്കത്തിനിടെ പരസ്പര ഏറ്റുമുട്ടൽ ഒഴിവാക്കാനുള്ള നീക്കത്തിന് ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ട്രംപുമായി എർദോഗാൻ ഫോണിൽ സംസാരിച്ചിരുന്നു. നേപ്പാൾ മുൻ പ്രധാനമന്ത്രി തുൾസിഗിരി അന്തരിച്ചു. 93 വയസ്സായിരുന്നു. അർബുദബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 2 തവണ പ്രധാനമന്ത്രിയായ തുൾസിഗിരി നേപ്പാളി കോൺഗ്രസ് പാർട്ടിയിലൂടെയാണ് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത്. ധാരണയില്ലാത്ത ബ്രെക്സിറ്റിനൊരുങ്ങിയ ബ്രിട്ടീഷ് മന്ത്രിസഭ. യൂറോപ്യൻ യൂണിയനുമായി തെരേസ മേ തയ്യാറാക്കിയ കരാറിനോട് എംപിമാർക്കിടയിലുള്ള എതിർപ്പ് തുടരുന്ന സാഹചര്യത്തിലാണ് മന്ത്രിസഭയുടെ തീരുമാനം. ഇത് സംബന്ധിച്ച് വ്യവസായ സ്ഥാപനങ്ങൾക്ക് അറിയിപ്പ് നൽകി. ധാരണകളില്ലാതെ യൂറോപ്യൻ യൂണിയൻ വിട്ടാൽ യൂണിയനിലെ അംഗരാജ്യങ്ങളുമായി പ്രത്യേക കരാർ ഉറപ്പാക്കേണ്ടി വരും എന്നും ഇത് വാണിജ്യ വ്യവസായ രംഗത്ത് തിരിച്ചടിയാകുമെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു. കണ്ടക്ടർ ക്ഷാമത്തിന് പരിഹാരമായില്ല. യാത്രാ ദുരിതത്തിന് അവസാനമാകുമോ എന്ന വിഷയം പൊതുവേദി ചർച്ച ചെയ്യുന്നു. പ്രേക്ഷകർക്ക് പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471 6615 തിരുവല്ലയിൽ നിന്ന് രാജേഷ് എന്ന പ്രേക്ഷകനാണ് ആദ്യം നമുക്കൊപ്പം ചേരുന്നത്. രാജേഷ്, വലിയ ബുദ്ധിമുട്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും KSRTCയെ ആശ്രയിക്കുന്നവർക്കുണ്ടായത്. ആ പ്രതിസന്ധി ഉടനൊന്നും പരിഹരിക്കാൻ പോകുന്നില്ല എന്ന് തോന്നുന്നു. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് കൃത്രിമമായി ഉണ്ടാക്കിയ പ്രതിഷേധമാണിത്. ഇവിടെ PSC റാങ്ക് ലിസ്റ്റിൽ ആളെ നിയമിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ എംപാനൽ ജീവനക്കാരെ ഒഴിവാക്കേണ്ട കാര്യമില്ലായിരുന്നു. എംപാനൽ ജീവനക്കാരെ ഒഴിവാക്കേണ്ട ഈ 12 വർഷം സർവീസുള്ള കണ്ടക്ടർമാരെ ഒഴിവാക്കേണ്ട യാതൊരു കാര്യവുമില്ല. അത് കോടതിയുടെ ഉത്തരവ് മൂലമാണല്ലോ ഒഴിവാക്കേണ്ടി വരുന്നത്. ഈ കോടതി കേസ് നേരത്തെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ബഹുമാനപ്പെട്ട MDക്ക് അറിയാവുന്നതായിരുന്നു. താങ്കൾ ജീവനക്കാരനായിരുന്നോ? അതെ അതെ അതെ. ഞങ്ങളെ വഴിയാതൊരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് വലിയ പ്രതിഷേധം, ലോങ് മാർച്ച് ഉൾപ്പെടെ നടക്കാനിരിക്കുന്നു. അതിൽ പങ്കുചേരുന്നുണ്ടോ? തീർച്ചയായിട്ടും പങ്കുകൊടുന്നുണ്ട്. ഇത്രയും ആളുകളുടെ കണ്ണുനീര് പിന്നെ ഇവിടെ പോകാനാണ്. ശരി, വളരെ നന്ദി രാജേഷ് വിളിച്ചതിന്.
കായംകുളത്ത് നിന്നും അനന്തകൃഷ്ണൻ എന്ന പ്രേക്ഷകൻ ചേരുന്നു. അനന്തകൃഷ്ണൻ, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഞാൻ 12 വർഷമായി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി കയറിയ കണ്ടക്ടറാണ്. ഞങ്ങൾ ഉൾപ്പെടെ 4051 കുടുംബങ്ങൾ വഴിയാധാരമാകണോ വേണ്ടയോ അല്ലെങ്കിൽ അവർ ജീവിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഇന്നത്തെ മന്ത്രിസഭാ യോഗമാണ്. ഞാനും സുഖമില്ലാത്തൊരു ഭാര്യയും 2 പെൺകുട്ടികളും അടങ്ങുന്ന ഈ കുടുംബത്തിന് ആകെ ഒരു അത്താണിയായിരുന്നു ഈ വരുമാനം. ഞാൻ ഉൾപ്പെടെ ആയിരക്കണക്കിന് ജീവനക്കാർ ഇന്ന് കൊടും പട്ടിണിയിലേക്ക് നീങ്ങുകയാണ്. ഇത്രയും അപകടകരമായ ഒരു സാഹചര്യം കേരളത്തിൽ ജനാധിപത്യ ഒരു സംവിധാനത്തിൽ തൊഴിലാളികളുടെ ഒരു ഗവൺമെന്റ് ഇവിടെ അധികാരത്തിലിരിക്കുമ്പോൾ ഈ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഇത് പ്രതീക്ഷിച്ചതല്ല. പക്ഷേ അനന്തകൃഷ്ണൻ, ഇത് കോടതിയുടെ ഉത്തരവാണല്ലോ, അത് പാലിക്കേണ്ടി വരികയാണല്ലോ. KSRTCക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കോടതിയുടെ ഭാഗത്തുനിന്ന് അതിരൂക്ഷമായ വിമർശനമാണ് കേൾക്കേണ്ടി വന്നത്. അപ്പോൾ മറിച്ച് എന്താണ് സർക്കാരിന് ചെയ്യാൻ കഴിയുക? അല്ല, ഈ കോടതി കേസ് നിലവിലുള്ള കാര്യം ബഹുമാനപ്പെട്ട MDക്ക് അറിയാം, ഗവൺമെന്റിന് അറിയാം. റാങ്ക് ലിസ്റ്റ് വന്നാൽ പിന്നെ അവർക്ക് നിയമനം കൊടുക്കണമെന്നുള്ളത് ഇന്ത്യയിലെ നിയമങ്ങളിൽ കൃത്യമായിട്ടുണ്ട്. കാരണം PSC റാങ്ക് ലിസ്റ്റ് എഴുതി ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് അഡ്വൈസ് ഇല്ലെങ്കിൽ അവരെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞപ്പോൾ അവരെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടി കൊടുക്കരുത്. അവർക്ക് അഡ്വൈസ് കഴിച്ചാൽ 90 ദിവസമാകും അവർക്ക് നിയമനം കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. അവർ നിയമനം കൊടുക്കണം. അവരെ 100 പേരെ വീതം എടുത്തിരുന്നുവെങ്കിൽ ഈ പ്രതിസന്ധി ഉണ്ടാകത്തില്ലായിരുന്നു. ഈ കുടുംബങ്ങളെ വഴിയാധാരമാകേണ്ട അവസ്ഥയിലേക്ക് ഇത് ആരുടെയൊക്കെ മനസ്സിൽ ഉദിച്ച ഗൂഢതന്ത്രമായിരുന്നു. പക്ഷേ ഇതിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ ഇപ്പൊ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഇന്ന് മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്, എന്ത് ഇടപെടൽ ഉണ്ടാകണം എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഇതിലിപ്പോൾ 4051 പേരെങ്കിൽ ആണ് അഡ്വൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ 1000-ൽ പരത്ത് ആളുകൾ പോലും ഇതിൽ ജോലിക്ക് എത്തില്ല. ബാക്കി വരുന്ന ഒഴിവിൽ ഇവിടുത്തെ ജീവനക്കാരെ നിലനിർത്തി അവരെ കൂടി ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള സംവിധാനം ഉണ്ടാക്കണം. KSRTCയുടെ 6500 ബസ് ഉള്ളടത്തു നിന്ന് ഇപ്പോൾ 5000 സർവീസ് പോലും നടത്തുന്നില്ല. കാരണം എന്താണെന്ന് അറിയില്ല, ഇത് ഈ മേഖലകൾ മുഴുവൻ സ്വകാര്യ വ്യക്തികൾക്ക് കീറി കൊടുക്കാനുള്ള നീക്കമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വളരെ നന്ദി അനന്തകൃഷ്ണൻ, കായംകുളത്ത് നിന്നും വിളിച്ചതിന്. പൂങ്കുന്നത്ത് നിന്ന് വിനോദ് എന്ന പ്രേക്ഷകൻ ചേരുന്നു. വിനോദ്, പറയൂ. ഞാൻ KSRTCയിലെ എംപാനൽ കണ്ടക്ടറായിരുന്നു. വിനോദ്, കേൾക്കാമോ? ഹലോ. പറയൂ. ഞാൻ KSRTCയിലെ ഒരു എംപാനൽ കണ്ടക്ടറാണ്. 11 വർഷം സേവനം അനുഷ്ഠിച്ചിട്ട് ഒന്നുമല്ലാതെ KSRTCയിലെ 11 വർഷമായി സേവനം അനുഷ്ഠിച്ച ഒരു കണ്ടക്ടറാണ്. ഹലോ, കേൾക്കാം, പറയൂ. ഞാൻ 11 വർഷം KSRTC താൽക്കാലിക ജീവനക്കാരുടെ ജോലി ചെയ്ത കണ്ടക്ടറാണ്. പറയൂ. ഞങ്ങളെ ഒന്നുമല്ലാതെ ഒരു അറിയിപ്പും ഇല്ലാതെ ഒരു ദിവസം രാവിലെ ഡ്യൂട്ടിക്ക് ചെന്നപ്പോൾ ഇന്നോട്ട് ജോലിയില്ല എന്നും പറഞ്ഞ് വെറും കൈയോടെ ഞങ്ങളെ പറഞ്ഞയച്ചാണ്. ഞങ്ങളുടെ ആത്മാർത്ഥമായ സേവനത്തിന്റെ ഫലമായിട്ടാണ് ഇത്രയും നാൾ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോയത്. ഞങ്ങളെ എല്ലാ സഹകരണവും ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇതിന് മുന്നിൽ പ്രവർത്തിച്ചവരാണ്. പക്ഷെ ഞങ്ങളെ ഒരു സുപ്രഭാതത്തിൽ ഇത്രയും പേരെ 4000 പേരെ ഒറ്റയടിക്ക് ലോക ചരിത്രത്തിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇതൊരു താൽക്കാലിക വിടവാങ്ങലായി കരുതിയാൽ മതി എന്ന് KSRTC MD നിങ്ങളോട് പറഞ്ഞുവല്ലോ. മാത്രവുമല്ല, അപ്പീൽ നൽകുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സർക്കാർ ആലോചിക്കുന്നുമുണ്ട്. അതിലൊന്നും നിങ്ങൾക്ക് വിശ്വാസമില്ലേ? ഇല്ല, ഇത്രയും പ്രശ്നം ഇതിനു മുമ്പും 10,000-5000 പെർമനന്റുകാരെ എടുത്തിട്ടുള്ളപ്പോഴും എംപാനലുകാരെ മാറ്റി നിർത്തിയിട്ടില്ല. ഇതൊരു പുതിയൊരു പരിപാടിയാണ്. കാരണം ഇത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. സർക്കാരിന്റെ തന്നെയും ലക്ഷ്യം ഒഴിവാക്കുക എന്നുള്ള ഒരു ഗൂഢ ലക്ഷ്യം തന്നെയാണ് MDയുടെ. ഈ MD ഇരിക്കുന്ന ഏത് പൊസിഷനിൽ MD ഇരുന്നാലും അവിടെ എല്ലാ എംപാനലുകാരെ പറഞ്ഞു വിടുമായിരുന്നു. അതായത് സിവിൽ സപ്ലൈ ഇരുന്നപ്പോൾ അവിടുത്തെ എംപാനലുകാരെ MD പറഞ്ഞു വിട്ടു. കാരണം പുള്ളിക്ക് എംപാനലുകാരോട് എന്തോ ശത്രുതയുള്ള രീതിയിലാണ് പുള്ളിയുടെ ഇടപെടൽ മുഴുവൻ ഉണ്ടാകുന്നത്. അതിന് നമ്മുടെ മുഖ്യമന്ത്രി, ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതൊന്നും അറിയുന്നില്ലേ? 4000 പേർ തൊഴിലാളി സർക്കാരാണെന്ന് പറയുന്നു. 4000 പേർക്ക് തൊഴിൽ ഒറ്റയടിക്ക് നടക്കുന്ന ഈ തൊഴിലാളി സർക്കാർ എന്ന് പറയുന്നവർക്ക് ഇവർക്ക് നാണമില്ലേ ഇങ്ങനത്തെ പണി കാണിക്കാൻ? കോടതി ഉത്തരവല്ലേ വിനോദ്? കോടതി ഉത്തരവ് മാനിച്ചോട്ടെ. കോടതി ഇതിനു മുമ്പ് ഇത് കറക്റ്റ് സമയം നോക്കി തന്നെ ഈ വിധിക്കെതിരെ പോയത് ഈ ഹൈക്കോടതി അപ്പീൽ പോകാൻ പറ്റത്തില്ലെന്നുള്ളതും 2-ാം തീയതി ഈ കോടതി ഇനി ഉള്ള വിവരങ്ങളെല്ലാം ഈ മാനേജ്മെന്റിന് അറിയാം. ഇവർ മനഃപൂർവ്വം ഇവരും യൂണിയൻകാരും കൂടി ചെയ്ത ചതിയാണ്. ഞങ്ങൾക്ക് ചെയ്ത ചതി. ഞങ്ങൾക്ക് ഇപ്പം PSC ആളെ എടുക്കുന്നതുകൊണ്ടൊന്നും ഞങ്ങൾക്കൊരു മടിയില്ല. ഞങ്ങളെ മാറ്റി നിർത്തേണ്ട കാര്യമില്ലായിരുന്നു. അവർ വരുന്ന മുറയ്ക്ക് ഞങ്ങൾക്ക് ഡ്യൂട്ടി ഇല്ലാതെ വരുമ്പോൾ ഞങ്ങൾ തന്നെ മാറുമല്ലോ. പിന്നെ ഞങ്ങളെ മാറ്റി നിർത്തണമെന്ന് ഇവർക്ക് വാശിയായി പോയത് കൊണ്ടാണ്. കാരണം ഞങ്ങൾ 10-15 വർഷമായി 10-12 വർഷമായിട്ട് ഇതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് ഡെയിലി ഡ്യൂട്ടി ചെയ്യുന്നവരാണ് ഞങ്ങൾ. ഈ 960 രൂപയ്ക്ക് വേണ്ടി ഞങ്ങൾ എന്നും ഡ്യൂട്ടി ചെയ്ത് ഞങ്ങളുടെ ആരോഗ്യവും ഞങ്ങൾക്കിപ്പോൾ ഇതിനകത്തുള്ള 90% പേർക്കും എല്ലാ അസുഖങ്ങളും ബാധിച്ചവരാണ്. ഈ ഉറക്കം അല്ല 3 മണിക്ക് തുറക്കുന്ന ഡ്യൂട്ടി 3 മണിക്ക് തീരുന്ന ഡ്യൂട്ടിയായിട്ട് 2 ഡ്യൂട്ടികളൊക്കെ ആയിരുന്നു ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് ഞങ്ങൾക്ക് മനസ്സിനെയും നമ്മുടെ കുടുംബത്തെയും പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇന്നത്തെ കേരളത്തിന്റെ സാഹചര്യം അറിയാമല്ലോ. ഇന്ന് നമുക്ക് പണിയില്ലാന്ന് രാവിലെ ചെല്ലുമ്പോൾ ഒരു ജോലി സ്ഥലത്ത് ജോലിയില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും?
ജീവിതത്തിന് വേണ്ടി ജീവിക്കാൻ ഞങ്ങൾക്ക് ഒരു മാർഗവുമില്ല. ഈ സർക്കാർ വിചാരിച്ച പ്രശ്നമാണ്. സർക്കാർ മുഖ്യമന്ത്രി ഇതൊന്നും അറിയുന്നില്ല. മുഖ്യമന്ത്രിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. മുഖ്യമന്ത്രി വനിതാ മതിൽ മറ്റേതായിട്ട് ഇങ്ങനെ നടന്നാൽ മതി. കാരണം ഇവിടുത്തെ ജനങ്ങളുടെ തൊഴിലാളികളുടെ ഞങ്ങളെല്ലാം CITUവിന്റെ അനുഭാവികളായിരുന്നു. ഇന്ന് ഞങ്ങളത്തെ ഒരു പരിപാടികൾ ഞങ്ങളില്ല. ഒരു CITUവിലും ഞങ്ങൾ നിൽക്കുന്നില്ല. ഞങ്ങളെല്ലാം എംപാനൽ കൂട്ടായ്മയായിട്ട് ഒരു പാർട്ടി ഇല്ലാതെ ഞങ്ങൾ ഇന്നൊരു ലോങ് മാർച്ച് വൈകിട്ട് നടത്തുകയാണ്. അതിൽ ഞങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 24-ാം തീയതി തിരുവനന്തപുരത്ത് സമാപനത്തിൽ പങ്കെടുക്കാനാണ്. അവിടെ ഞങ്ങൾ നിരാഹാരം കിടക്കാൻ പോവുകയാണ്. തീരുമാനം ഉണ്ടായിട്ടേ ഞങ്ങൾ അവിടെ നിന്ന് മാറും. സർക്കാരിന്റെ നീക്കങ്ങൾ, MDയുടെ വാക്ക്, തൊഴിലാളി സംഘടനകൾ, ഇവയിൽ ഒന്നിലും നിങ്ങൾക്ക് വിശ്വാസമില്ല എന്നാണോ? ഇല്ലില്ല. തൊഴിലാളി സംഘടനകൾ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ഒരു തൊഴിലാളി നേതാവ് ഇന്ന് ഞങ്ങളെ വിളിച്ചിട്ട് ഒരു കാര്യമോ ചോദിച്ചിട്ട് പോലുമില്ല. എന്തുണ്ട് നിങ്ങളുടെ കാര്യത്തിന് എന്തൊരു പ്രശ്ന പരിഹാരം ഉണ്ടോ? ഒന്നുമില്ല. ഞങ്ങളുടെ മാസം ബാങ്കിൽ നിന്ന് 100 രൂപ വെച്ച് മാസവരി എന്നും പറഞ്ഞൊരു 100 രൂപ വെച്ച് എല്ലാ മാസവും ശമ്പളം കിട്ടുമ്പോൾ ഇവര് പിടിച്ചോണ്ടിരുന്നതാണ്. അങ്ങനെ ശരി വിനോദ്, വിളിച്ചതിന് നന്ദി. പ്രേമൻ എന്ന പ്രേക്ഷകൻ ചെന്നൈയിൽ നിന്നും. പ്രേമൻ, ഇപ്പോൾ എന്തായാലും ഇന്നലെ ഒക്കെയും 1000-ലധികം സർവീസുകൾ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സാധാരണക്കാരാണ് മണിക്കൂറുകളോളം ബസ് കാത്തു നിന്ന് ബുദ്ധിമുട്ടുന്നത്. ആ പ്രതിസന്ധി ഉടൻ മാറുമെന്ന് കരുതുന്നുണ്ടോ താങ്കൾ? തീർച്ചയായും അതിന് പരിഹാരം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതൊരു തൊഴിലാളി വർഗത്തെ താല്പര്യം സംരക്ഷിക്കുന്ന ഗവൺമെന്റാണ് എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത്. പിണറായി വിജയൻ സർക്കാർ ഇന്ന് മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. അതിൽ തീർച്ചയായും നല്ല യുക്തമായ തീരുമാനമെടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പാവപ്പെട്ട തൊഴിലാളികളെ സംരക്ഷിച്ച് നിർത്തണം എന്ന് തന്നെയാണ് എന്റെ ആവശ്യം. അതുപോലെ തന്നെ ഈ യാത്രക്കാരുടെ യാത്രാ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള തീർച്ചയായും നടപടി ഗവൺമെന്റ് സ്വീകരിക്കും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വളരെ നന്ദി പ്രേമൻ. വിളിച്ചതിന് കണ്ണൂരിൽ നിന്ന് സുരേഷ് എന്ന പ്രേക്ഷകൻ. പറയൂ സുരേഷ്. ഇതൊരു തെറ്റായ ഒരു തീരുമാനം തന്നെയാണ്. എംപാനൽ ജീവനക്കാരെ ഇങ്ങനെ പിരിച്ചുവിടുക എന്ന് യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യം. PSC എടുക്കുന്നുണ്ടെങ്കിൽ ഈ താൽക്കാലികമായി നിൽക്കുന്നവരെ സ്ഥിരപ്പെടുത്തിയിട്ട് ഇത് ചെയ്യാമായിരുന്നു. താങ്കൾ ജീവനക്കാരനായിരുന്നോ? സുരേഷ്, കേൾക്കാമോ? താൽക്കാലിക ജീവനക്കാരെ ശരിക്കും പിരിച്ചുവിട്ടിയാൽ വളരെ തെറ്റായ ഒരു നയമാണ് ഗവൺമെന്റ് ഇപ്പം ചെയ്യുന്നത്. അത് അത്തരം ഒരു പല ഡിപ്പോയിനും ഇപ്പൊ വണ്ടിയില്ലാത്ത ഒരവസ്ഥയാണ്. ഈ റൂട്ടിലും കണ്ണൂർ ഈ ഭാഗത്ത് റൂട്ടിലൊന്നും KSRTC തന്നെ ഇപ്പൊ അതുകൊണ്ട് ഈ പിരിച്ചുവിട്ടതിനെതിരെ ജനങ്ങൾക്കൊന്നും യോജിപ്പ് തന്നെ ഇല്ല. താൽക്കാലിക ജീവനക്കാർ എത്രയോ വർഷമായിട്ട് 200-500 കൊടുക്കുന്ന ആൾക്കാർ ഇപ്പൊ പല മേഖലയിലും താൽക്കാലികമായിട്ട് വർക്ക് ചെയ്യുന്നവരെ സ്ഥിരപ്പെടുത്തുന്ന ഇതാണ്. അവരെ പിരിച്ചുവിട്ടിട്ട് പുതിയ ലിസ്റ്റിൽ നിന്ന് എടുക്കുന്നത് തെറ്റായ നയം തന്നെ. ശരി, വളരെ നന്ദി സുരേഷ്. വിളിച്ചതിന് പാലയിൽ നിന്ന് നിഷാന്ത് എന്ന പ്രേക്ഷകൻ ചേരുന്നു. നിഷാന്ത്, എന്താണ് താങ്കളുടെ അഭിപ്രായം? വലിയ പ്രതിസന്ധിയാണോ ഇപ്പോൾ ഈ നടപടികളിലൂടെ ഉണ്ടായിട്ടുള്ളത്? അല്ല, ഞാൻ മറ്റേ KSRTC റാങ്ക് ലിസ്റ്റിൽ ഉള്ള ഒരു ഉദ്യോഗാർത്ഥിയാണ്. പറയൂ. ഹലോ. പറയൂ. KSRTC റാങ്ക് ലിസ്റ്റിൽ ഉള്ള പേര് വന്നിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണ്. 12,000 റാങ്കാണ് എന്റെ ഉള്ളത്. അപ്പൊ ഈ 9,500 ഒഴിവ് വാക്കൻസി കാണിച്ചിട്ടാണ് PSC മറ്റേ 2014 അതിന് മുമ്പ് എക്സാം നടത്തിയിട്ട് 14 റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. അപ്പൊ നമ്മളൊക്കെ ഈ ഒരു ജോലിക്ക് വേണ്ടി ആത്മാർത്ഥമായി ഉറക്കമൊഴിച്ചിരുന്ന് പഠിച്ച് നമുക്ക് വേറെ മറ്റുള്ളവരുടെ പൈസ കൊടുത്തിട്ടും അതും ചേരാൻ കഴിവില്ലാത്ത അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് നമ്മൾ ഈ ജോലി പഠിച്ചു. നമ്മൾ കുറച്ച് റാങ്ക് ലിസ്റ്റിൽ പുറകിലായി. നമുക്ക് പല തൊഴിലുകളും ചെയ്തുകൊണ്ടാണ് നമുക്ക് പഠിക്കാൻ വേണ്ടി കഴിയുന്നത്. അല്ലാതെ മുഴുവൻ സമയം PSCക്ക് വേണ്ടി കോച്ചിങ്ങിന് പോയിട്ടോ അതിലെ വീട്ടിൽ പല പ്രാരാബ്ദങ്ങളും അതെല്ലാം ഉള്ളതുകൊണ്ട് പകല് മുഴുവൻ പണിയെടുത്ത് രാത്രി നമ്മൾ ഉറക്കൊഴിച്ച് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ കയറിയിട്ട് ഈ എംപാനൽ ജീവനക്കാരെ പിരിച്ചുവിടുമ്പോൾ അവരുടെ കണ്ണീരും ഇതും മാത്രം ചാനലുകാരെ എടുക്കുകയും സർക്കാർ അത് മാത്രം മുൻഗണന കൊടുക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി തന്നെയാണല്ലോ കോടതി ഇങ്ങനെ ഒരു ഉത്തരവുണ്ടായിട്ടുള്ളത്. കോടതി നിങ്ങളുടെ സാഹചര്യം മനസ്സിലാക്കി തന്നെ നിങ്ങൾക്ക് അനുകൂലമായ ഒരു നടപടിയാണല്ലോ കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. അത് സർക്കാർ നടപ്പിലാക്കുകയുമാണല്ലോ. അതിനുള്ള നടപടികളും തുടങ്ങിക്കഴിഞ്ഞു. അതിൽ ഏറ്റവും സന്തോഷം. പക്ഷെ ഇവരുടെ ഈ കണ്ണീര് കണ്ടുകൊണ്ട് ഇത് സർക്കാർ നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു. 9,300 പേർക്ക് ആദ്യം അഡ്വൈസ് മെമ്മോ അയച്ചിട്ട് അതിനുശേഷം ഒഴിവുകളില്ല, അത് തെറ്റിപ്പോയതാണെന്ന് പറഞ്ഞ് 4,000 പേര് നിയമിച്ചു. അത് കണ്ടിന്യൂ ആയിട്ട് ആ നിയമനം, അതായത് അഡ്വൈസ് മെമ്മോ അയച്ചു. അതിൽ എത്ര പേർക്ക് നിയമനം വേണം, നിയമനത്തിന് എത്ര പേര് ആവശ്യപ്പെട്ട് വരുന്നുണ്ട് എന്ന് നോക്കി അതിൽ വരുന്ന NJD ഒഴിവുകൾക്ക് വീണ്ടും താഴേക്കടിയിൽ അയച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഇതിൽ നിയമനം കിട്ടുകയും ചെയ്യും. ഇത്രയും കാലത്ത് താൽക്കാലികക്കാർക്ക് താൽക്കാലികമായിട്ട് ജോലി ചെയ്യുകയും ചെയ്യാം. അപ്പൊ ഈ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞതാണെങ്കിൽ ഈ കോടതി വിധി വരുമായിരുന്നില്ലല്ലോ.
അപ്പൊ അത് സർക്കാരിന്റെ ഭാഗത്ത് വന്ന ഏറ്റവും വലിയൊരു പിടിപ്പുകേടാണ്. ശരി, അങ്ങനെയുള്ള പാളിച്ചകൾ അന്വേഷിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, ഇത്രയധികം ജീവനക്കാർ ഒരു വേളയിൽ പെട്ടെന്ന് ജോലി ഇല്ലാതാകുന്ന സാഹചര്യം അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതുള്ളത് കൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾ അതേ പ്രാധാന്യത്തോടു കൂടി ആ വാർത്ത നൽകുന്നത്. അത് നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നില്ല എന്ന കാര്യം മനസ്സിലാക്കുക കൂടി ചെയ്യുക. വളരെ നന്ദി നിശാന്ത്, വിളിച്ചതിനും അഭിപ്രായം പറഞ്ഞതിനും. കൊയിലാണ്ടിയിൽ നിന്ന് റഷീദ് എന്ന പ്രേക്ഷകൻ ചേരുന്നു. റഷീദ്, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഒരു ശാപമോശം കിട്ടാത്ത ഒരു വകുപ്പാണ് ഈ ട്രാൻസ്പോർട്ട്. കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എന്നും പ്രതിസന്ധികളും പ്രയാസങ്ങളും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴേ വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് കോടതി മുഖേന വന്നിരിക്കുന്നത്. 4000-ലേറെ തൊഴിലാളികളെ പിരിച്ചുവിട്ടുകൊണ്ട് ഒരു പദ്ധതി കൊണ്ടുവന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല. കാരണം ദുരിതത്തിലാകുന്ന കുടുംബാംഗങ്ങൾ, അതേപോലെ തന്നെ ദുരിതത്തിൽപ്പെടുന്ന മലയോര മേഖലയിലെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൽപ്പറ്റ, വയനാട് ആ ഭാഗങ്ങളിൽ ഏതാണ്ട് 80% ഈ KSRTC ബസ്സിനെ ആശ്രയിച്ചാണ് സാധാരണക്കാർ യാത്ര ചെയ്യുന്നത്. അവരൊക്കെ ദുരിതക്കടലിലാകാൻ പോകുന്ന ഒരു വല്ലാത്ത ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥ ഒന്ന് മാറിക്കിട്ടിയേ മതിയാവും. അത് ഇന്നലെ മന്ത്രി പറഞ്ഞത് തൊഴിലാളികളെ കൂട്ടിച്ചേർത്തുകൊണ്ട് സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തു എന്നാണ്. പറയൂ, കേൾക്കാം. തീർച്ചയായും കോടതി ഇവർക്ക് അനുകൂലമായ, സുപ്രീം കോടതിയിൽ നിന്ന് ഇവർക്ക് അനുകൂലമായ ഒരു വിധി നേടിയെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് കരുതുന്നത്. അങ്ങനെ ഇല്ലെങ്കിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും KSRTC അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം KSRTC എന്നും പ്രതിസന്ധിയിലാണ്. എപ്പോഴും പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിനെ കരകയറ്റാൻ ഗവൺമെന്റ് ശക്തമായ നടപടികളിലേക്ക് നീങ്ങിയേ മതിയാവും. പല മന്ത്രിമാരും പല ആളുകളും പല രീതിയിലും ഇതിനെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടും ഒരിക്കൽ പോലും അത് നല്ല രീതിയിൽ കൊണ്ടുവരാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നത് ദുഃഖകരമാണ്. ശരി, വളരെ നന്ദി റഷീദ്, കൊയിലാണ്ടിയിൽ നിന്ന് വിളിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്തതിന്. മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നു, പ്രഭാകരൻ. പറയൂ പ്രഭാകരൻ. ഒരു മിനിറ്റ് സമയം തരണം. ഞാൻ ജയ് ഹിന്ദ് പൗരാവകാശ സംരക്ഷണ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്, വട്ടപ്പാറ പ്രഭാകരൻ നായർ. ഇവിടെ ഇപ്പൊ നടക്കുന്നതെന്ന് പറയുന്നത് വളരെ ദയനീയമായിട്ട് ആണ് നമ്മൾ ഈ TV എല്ലാം കാണുന്നത്. വളരെ മോശമായ ഒരു സംവിധാനമാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. പിന്നെ ഇപ്പം നമുക്ക് ചെയ്യാമെന്ന് പറയുന്നത് 5 വർഷമായിട്ട് ഇവിടെ PSC ലിസ്റ്റ് ഇവിടെ വന്നിട്ട് എത്രയെങ്കിലും പേരെ ഇവിടെ ഇതിനു മുമ്പ് തന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്യാമായിരുന്നു PSC വഴി. അത് നടത്തിയിട്ടില്ല. ഇനി ചെയ്യാമെന്ന് പറ്റുമെന്നുള്ളത് ഈ PSC വഴിയും കുറെ പേരെ എടുക്കണം. അവിടെ നിന്ന് മൊമ്മ അയച്ചു കഴിഞ്ഞാൽ വരാത്തവർക്ക് പകരം ഈ പാനലിൽ നിന്നുള്ള ആൾക്കാരും എടുക്കണം. മാത്രമല്ല ഇപ്പൊ നടക്കുന്ന ഈ സംവിധാനം, ഇപ്പൊ ഇവിടെ രഹന മതിലിന് മാത്രമാണ് ഈ സർക്കാർ മുൻകൈ എടുത്തിരിക്കുന്നത്. 10 പേർക്ക് ഈ സർക്കാർ വന്നിട്ട് ജോലി കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനമുണ്ടോ? ഉള്ളതിനെ പിരിച്ചുവിടുന്ന അല്ലാതെ ശരിയല്ല. ശരി, വളരെ നന്ദി പ്രഭാകരൻ സംസാരിച്ചതിന്. രാകേഷ് എന്ന പ്രേക്ഷകൻ, പറയൂ രാകേഷ്. ഹലോ, പറയൂ. ഞാൻ കണ്ണൂര് ആലക്കോട് നിന്നാണ് വിളിക്കുന്നത്, രാജേഷ് എന്നാണ്. പറയൂ. ഞാൻ KSRTC കണ്ടക്ടറിന്റെ ഒരു റാങ്ക് ലിസ്റ്റിലുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണ്. ലിസ്റ്റ് കാലഹരണപ്പെട്ടു. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള PSC വഴി ഒരു നിയമനം പ്രതീക്ഷിച്ച് ഏകദേശം ഈ ഒഴിവ് 10,000 ശേഷം ഒഴിവുകളായിരുന്നു അന്ന് KSRTC പറഞ്ഞിരുന്നത്. അതിനുശേഷം നിയമന ഉത്തരവ് വന്നു കഴിഞ്ഞപ്പോൾ അത് തെറ്റായി കണക്കിൽ വന്ന ദശകാണ് 3,000 ഒഴിവേ ഉള്ളൂ എന്നാണ് ഒഴിവുകൾ പെരുപ്പിച്ച് കാണിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ ഇത്രയും വലിയ ഒരു സ്ഥാപനത്തിൽ ഇത്രയും വലിയ തെറ്റൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടി എടുക്കേണ്ടത്. തീർച്ചയായും ഇത് അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച കൊണ്ടുകൂടി ഉണ്ടായ ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ KSRTCയിൽ ഉള്ളത് എന്നാണ് രാജേഷ് ചൂണ്ടിക്കാട്ടുന്നത്. വളരെ നന്ദി രാജേഷ്, ആലക്കോട് നിന്ന് വിളിച്ചതിന്. അത് സംബന്ധിച്ച രേഖകൾ ഉൾപ്പെടെ ഇന്നലെ ന്യൂസ് 18 പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഒഴിവുകൾ പെരുപ്പിച്ചു കാണിച്ചതാണ് ഇത്തരമൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെ തള്ളിവിട്ടത്. ഏതാണ്ട് ഇരട്ടിയോളം ഒഴിവുകൾ പെരുപ്പിച്ചു കാണിച്ചു. PSC പിന്നീട് അത് തിരുത്താൻ തയ്യാറാകാത്തൊരു സാഹചര്യവും ഉണ്ടായിരുന്നു.
ഏതായാലും ഈ പ്രതിസന്ധി ഇപ്പോൾ സാധാരണക്കാരായ യാത്രക്കാരെ ഉൾപ്പെടെ വലച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് മുക്തമാകുന്നതിനുള്ള നടപടികളാണ് ആവശ്യം. അതിനുള്ള നടപടികൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗവും ഉൾപ്പെടെ കൈക്കൊള്ളും എന്ന പ്രതീക്ഷയാണ് പലരും വെച്ചു പുലർത്തുന്നത്. എന്തായാലും പൊതുവേദിയിലേക്ക് വിളിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്ത എല്ലാവർക്കും നന്ദി. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ കാണാം.